തൊണ്ടി മുതൽ കേസിൽ മുൻ മന്ത്രി ആന്റണി രാജുവിന് തിരിച്ചടി ഉണ്ടാവുകയാണ് ഇന്ന് കോടതിയിൽ നിന്നും. ഒന്നാം പ്രതി കേസ് ജോസും രണ്ടാം പ്രതി ആന്റണി രാജുവും കുറ്റക്കാരാണെന്ന് തിരുവനന്തപുരം നെടുമങ്ങാട് മജിസ്ട്രേറ്റ് കോടതി വിധിച്ചിരിക്കുകയാണ്. എന്തായിരിക്കും ശിക്ഷ എന്നറിയുക 2:45-ാണ് ശിക്ഷാവിധി. ആർ അനന്തകൃഷ്ണൻ വിവരങ്ങളുമായി ചേരുകയാണ്. അനന്തൻ, പല വകുപ്പുകളും ഇതിനകം തെളിഞ്ഞു കഴിഞ്ഞു. ഇനിയിപ്പോൾ അറിയേണ്ടത് ആന്റണി രാജുവിന് എന്ത് ശിക്ഷ ലഭിക്കും, ആന്റണി രാജുവിന്റെ ഇനി അങ്ങോട്ടേക്കുള്ള രാഷ്ട്രീയ ഭാവി എങ്ങനെയായിരിക്കുമെന്നുൾപ്പെടെയുള്ള കാര്യങ്ങളാണ് വിശദാംശങ്ങൾ. അക്ഷയ, തൊണ്ടി മുതലായ അടിവസ്ത്രം വെട്ടിച്ചെറുതാക്കി മയക്കുമരുന്ന് കേസിലെ പ്രതിയായ വിദേശ പൗരനെ രക്ഷപ്പെടുത്തിയെന്ന കേസിലാണ് ആന്റണി രാജുവും കോടതി ജീവനക്കാരനായിരുന്ന ജോസും കുറ്റക്കാരാണെന്ന് കണ്ടെത്തിയത്. തിരുവനന്തപുരം നെടുമങ്ങാട് ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയാണ് ഈ കേസിൽ വിധി പറഞ്ഞത്. ആന്റണി രാജുവിനും ഈ കേസിലെ ഒന്നാം പ്രതിയായ ജോസിനും എതിരെ ചുമത്തിയിരുന്ന 8 കുറ്റങ്ങളിൽ 5 കുറ്റങ്ങൾ തെളിഞ്ഞുവെന്നാണ് കോടതി കണ്ടെത്തിയിരിക്കുന്നത്. 3 കുറ്റങ്ങൾ തെളിയില്ല എന്ന് കണ്ട് കോടതി ഒഴിവാക്കുകയും ചെയ്തു. ഇതിൽ സർക്കാർ ഉദ്യോഗസ്ഥനായിരിക്കെ വിശ്വാസവഞ്ചന കാട്ടി എന്ന 409 വകുപ്പ് അടക്കം 5 കുറ്റങ്ങളാണ് തെളിഞ്ഞിരിക്കുന്നത്. തെളിവ് നശിപ്പിക്കൽ, വ്യാജരേഖ ചമയ്ക്കൽ അടക്കമുള്ള കുറ്റങ്ങൾ ആന്റണി രാജുവിനും ജോസിനുമെതിരെ തെളിഞ്ഞിട്ടുണ്ട്. ഇതിൽ 409 IPC എന്ന് പറയുന്നത് വിശ്വാസവഞ്ചനയാണ്, സർക്കാർ ഉദ്യോഗസ്ഥന്റെ വിശ്വാസവഞ്ചനയാണ്. അതിൽ 10 വർഷം മുതൽ ജീവപര്യന്തം വരെ കഠിന തടവ് ലഭിക്കാവുന്ന കുറ്റമാണ്. ഈ കേസിൽ ഇപ്പോൾ ശിക്ഷാവിധി ഇന്ന് ഉച്ചയ്ക്ക് 2:45-ന് പ്രഖ്യാപിക്കുമെന്നാണ് കോടതി അറിയിച്ചിരിക്കുന്നത്. അതിൽ പക്ഷേ 409 IPC കുറ്റം തെളിഞ്ഞതുകൊണ്ട് ആ കുറ്റത്തിൽ ഈ മജിസ്ട്രേറ്റ് കോടതിക്ക് വിധി പറയാൻ സാങ്കേതികമായി കഴിയില്ല എന്നുള്ളൊരു വാദം പ്രോസിക്യൂഷൻ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. മാത്രമല്ല, അതുകൊണ്ട് ശിക്ഷാവിധി പ്രഖ്യാപിക്കുന്നത് മേൽക്കോടതിയിലേക്ക് മാറ്റണം എന്നുള്ളൊരു ആവശ്യമാണ് പ്രോസിക്യൂഷൻ മുന്നോട്ട് വെച്ചിരിക്കുന്നത്. അതുകൂടി പരിഗണിച്ചുകൊണ്ടാണ് 2:45-ന് കോടതി വീണ്ടും ഇരിക്കും. ആ ശിക്ഷാവിധിയിൽ അപ്പോൾ തീരുമാനം പറയാം എന്ന് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ വരുമ്പോൾ ഇനി ശിക്ഷാവിധി പൂർണ്ണമായും പറയാതെ മേൽക്കോടതിയിലേക്ക് കേസ് മാറ്റുമോ, അതല്ല അതിൽ ബാക്കി 409 IPC ഒഴിച്ച് മറ്റ് വകുപ്പുകളിലുള്ള ശിക്ഷ മജിസ്ട്രേറ്റ് കോടതി പ്രഖ്യാപിക്കുമോ എന്നുള്ള കാര്യത്തിലാണ് ഇനി ആശയക്കുഴപ്പം ഉള്ളത്. ഒരു സങ്കീർണമായ ഒരു നിയമപ്രശ്നമായിട്ട് ഇത് മാറിയിട്ടുണ്ട് ഈ ഘട്ടത്തിൽ. ഏതായാലും 2:45-ന് മജിസ്ട്രേറ്റ് കോടതിയുടെ വിധി അറിയാം. അക്ഷയ സൂചിപ്പിച്ചതുപോലെ തന്നെ എന്തൊക്കെയായാലും 450 അടക്കമുള്ള വകുപ്പുകൾ വിചാരണ കോടതിയിൽ തെളിഞ്ഞു കഴിഞ്ഞു. അതോടുകൂടി ആന്റണി രാജു കുറ്റം ചെയ്തു എന്ന് കൃത്യമായി കണ്ടെത്തിയിട്ടുണ്ട്. അങ്ങനെ വരുമ്പോൾ ആന്റണി രാജുവിൻ്റെ രാഷ്ട്രീയ ഭാവിയെയും ധാർമ്മികതയും ഒക്കെ ഇത് ബാധിക്കുകയും ചെയ്യും.